മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സംഖ്യ 11:1-5 വാക്യങ്ങൾ. The book of Numbers, chapter 11, verse 1 and 5. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പെറുപെറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്ന് കത്തി. പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചുവന്നുള്ളി, വെള്ളുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. മരുഭൂമിയിലെത്തിയ ഈജിപ്തുകാർ പല പരാതികൾ പറഞ്ഞു, അസംതൃപ്തി പ്രകടിപ്പിച്ചു. മന്ന കിട്ടിയെങ്കിലും മാംസഭക്ഷണം ലഭിക്കാതിരുന്നതിനാൽ അസംതൃപ്തരായി. ഈജിപ്തിൽ അവർക്ക് മത്സ്യവും പച്ചക്കറികളും ധാരാളം ലഭിച്ചിരുന്നു. ഇപ്പോൾ അവയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ദൈവത്തിനെതിരായി മുറുമുറുത്തു. ദൈവവിളി കേട്ടിറങ്ങിയതിനാൽ സുഖജീവിതം നഷ്ടപ്പെട്ടു എന്നായിരുന്നു അവരുടെ പരാതി. ഈ സ്വഭാവത്തെ ദൈവം ഇഷ്ടപ്പെട്ടില്ല. അവർക്കെതിരായ ദൈവകോപമുണ്ടായി. പാളയത്തിൽ അഗ്നി ബാധിച്ചു. ഒരിക്കൽ ദൈവശബ്ദം കേൾക്കുകയും ദൈവഹിതത്തിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തവർ ഭാരിച്ച ജീവിത പ്രശ്നങ്ങൾ വഹിച്ച് ക്ഷീണിക്കുമ്പോൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി പശ്ചാത്തപിക്കാനിടയുണ്ട്. മധ്യവയസ്സിൽ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരീക്ഷയാണ്. യൗവനകാലത്തിലെ ആദർശങ്ങൾ സ്വീകരിച്ചു. പണത്തിനും പ്രശസ്തിക്കുമായി നമ്മൾ ജീവിച്ചു. സത്യം തുറന്നു പറയും, അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല, ത്യാഗജീവിതം നയിക്കും എന്നൊക്കെ നിശ്ചയിച്ചു. അതെല്ലാം അബദ്ധമായി പോയി. ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായപ്പോഴാണ് അതിനാൽ ഇനിയും സ്വന്തം കാര്യം നേടിയെടുക്കാൻ ജീവിക്കണം എന്നീ വിധത്തിൽ ചിന്തിച്ചു തുടങ്ങുന്നു. ആദർശങ്ങളുടെ മറുപിടിച്ച കാര്യം സാധിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. കഴിഞ്ഞകാല ജീവിതഗതിക്ക് വ്യത്യാസം വരുത്തുന്നു. സ്വന്തം ബുദ്ധിമോശത്തെപ്പറ്റി പറഞ്ഞ് വെറുവെറുക്കും. ഈ ജീവിത തിരിവ് നമ്മുടെ തകർച്ചയ്ക്കുള്ള കാരണമായി തീരും എന്നറിയുക. ഉന്നതമായ ആശയങ്ങളുടെയും ചിന്തകളുടെയും ഫലമായി നാം സ്വീകരിച്ച ആദർശങ്ങൾ ആയുസ്സിന്റെ മധ്യത്തിൽ വെച്ച് നമ്മൾ തിരസ്കരിക്കരുത്. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായി എപ്പോഴും എപ്പോഴും എന്നേക്കും.